നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. എനിക്ക് ഒരു 2.25 കിലോ ചിക്കനാണ് കിട്ടിയത്. അത് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. ഇത് മുഴുവൻ നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട. 1 കിലോ റൈസിനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ദം ബിരിയാണിക്ക് 1 കിലോ റൈസിന് 1 കിലോ ചിക്കനാണ് വേണ്ടത്. നല്ല നീളമുള്ള ബസുമതി അരി ഞാൻ 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത് അരമണിക്കൂർ കുതിരാനായി വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ചിക്കൻ ഉപ്പും നാരങ്ങാനീരും കുറച്ച് നേരം പുരട്ടി വെച്ച് ഇതുപോലെ നല്ല വെള്ളത്തിൽ കുറേ പ്രാവശ്യം കഴുകി വെള്ളം വാലാനായിട്ട് എടുത്തു വെച്ചു. വറുത്തെടുക്കാനും കറിയിൽ ചേർക്കാനുമായിട്ട് ഞാനൊരു 5 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുത്തു. ഓയിൽ നന്നായി ചൂടായപ്പോൾ സവാള ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്താണ് വറുത്ത് കോരിയെടുത്തത്. ഇതിൽ 1/4 ഭാഗത്തോളം വറുത്ത സവാള ഞാൻ കറി ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് റൈസിന് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ കോരി മാറ്റണം. മൂപ്പൊട്ടും കൂടി പോകരുത്. കൂടിപ്പോയാൽ റൈസിനും അതുപോലെ തന്നെ കറിക്കും കയ്പ്പ് വരും. അതുകൊണ്ട് ഗോൾഡൻ കളറിൽ തന്നെ കോരി മാറ്റണം. 3 സവാളയും 5 പച്ചമുളകും ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തു. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയില, ആ വറുത്തെടുത്ത സവാളയിൽ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തു. കൂടാതെ 1/2 കപ്പ് തൈരും ചേർത്ത് കൊടുത്തു. എല്ലാം തിരുമ്മി പിടിപ്പിച്ച് ഇതിനെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. വെള്ളത്തിലിട്ടിരുന്ന റൈസ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു അരിപ്പയിലേക്ക് വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നു. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൽ ഒരു 2.5 ഇഞ്ച് നീളമുള്ള കറുവപ്പട്ട, ഒരു തക്കോലം, 2 ഗ്രാമ്പൂ, 3 ഏലക്കായ. ഏലക്കായുടെ തൊണ്ടൊന്ന് പതുക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് പതുക്കെ വഴറ്റിയതിന് ശേഷം റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു. സവാള വറുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന എണ്ണയുടെ ബാക്കി 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. വെള്ളത്തിൻ്റെ അളവ് അരിയുടെ ലെവലിൽ നിന്നും 1.5 ഇഞ്ച് പൊങ്ങി നിൽക്കണം. നമുക്ക് പതുക്കെ കൈ കുത്തി നോക്കിയാൽ അതിൻ്റെ ലെവൽ അറിയാൻ പറ്റും. ഒരു 100 ഗ്രാം ഡാൽഡ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലിന് വാങ്ങി മാറ്റി വയ്ക്കുക. ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്ത ആ സവാള വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ കുടം വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ സമയത്ത് ഇതിനോട് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പൊടികൾ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയുമാണ്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരമണിക്കൂർ പൊടിയൊക്കെ പുരട്ടി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കിയിടുക.
ഈ സമയത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കണം. നമുക്ക് ഈ കറിയിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം കറിയിൽ ചേർത്താൽ കറിക്ക് ഒരു രുചിയും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഈ സമയത്ത് ചൂടാക്കാൻ വെക്കുക. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ റൈസ് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിരിക്കണം. ആവിയെല്ലാം പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കുക. റൈസ് മുകളിലിരിക്കുന്ന റൈസിൻ്റെ വേവ് നോക്കുക. വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതുപോലെ തന്നെ അടച്ച് കുറച്ച് നേരം കൂടി വെച്ചിരിക്കണം. പാകത്തിന് വെന്താൽ അത് തുറന്ന് വയ്ക്കുക. ഇനി വേവ് കൂടി എന്നാണ് തോന്നുന്നതെങ്കിൽ അതൊരു പാത്രത്തിലേക്ക് നിരത്തി ഇട്ട് വയ്ക്കുക. എന്നാലും ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഡാൽഡയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല റൈസായിട്ട് തന്നെ കിട്ടും. ഇതാ നമ്മുടെ ചിക്കൻ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പൊടിയെല്ലാം ചിക്കനിലേക്ക് പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് കറി വേവിച്ചെടുക്കുക. കുറച്ച് ഗ്രേവി ആയിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ. ഈ ഗ്രേവിയിൽ കറി വാങ്ങി വയ്ക്കുക. ഇതിൻ്റെ പകുതി കറിയാണ് ഞാൻ ദം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി കറിയായിട്ട് ബിരിയാണിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. കുറച്ച് പൈനാപ്പിൾ ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ദം ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കറി ആദ്യം ഇട്ട് കൊടുത്തു. ഗ്രേവിയോട് കൂടിയാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ മുകളിൽ പകുതി റൈസ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്ത് പാകത്തിന് ലെവലാക്കിയെടുത്തു. റൈസിന് മുകളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിനുശേഷം വറുത്തെടുത്ത സവാള ഇട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ച പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തത് ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് ലെവൽ ചെയ്തെടുത്തു. ഈ ലെയറിന് മുകളിലേക്കും നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത അതേപോലെ തന്നെ പൈനാപ്പിളും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തതും വറുത്ത സവാളയും മല്ലിയിലയും പുതിനയിലയും നെയ്യും എല്ലാം ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കളർ കിട്ടാനായിട്ട് ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ട്. നല്ല കളറാണ്. ഇടയ്ക്കിടയ്ക്ക് റൈസിന് മഞ്ഞ കളർ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പഴയ തവ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പാത്രം കയറ്റി വെച്ച് ഒട്ടും എയർ പോകാത്ത ഒരടപ്പ് കൊണ്ട് അടച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് വെള്ളം ചൂടാക്കിയ ഒരു പാത്രം വെച്ച് കൊടുക്കുക. മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സാധാരണ കനലാണ് മൂടിയുടെ പുറത്തിട്ട് കൊടുക്കുക. അതിനും പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരമണിക്കൂർ കഴിഞ്ഞാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ ഇത്തിരി സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും തൈരും ഒക്കെ ചേർത്ത് ഒരു സാലഡ് ഉണ്ടാക്കി. അരമണിക്കൂർ കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കി. റൈസ് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാൻ ആദ്യം റൈസ് മാത്രം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അടിയിലുള്ള ചിക്കൻ്റെ കൂടെ കുറച്ച് റൈസ് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തത്. കട്ട് ചെയ്തെടുക്കണവർക്ക് അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ വിളമ്പുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ കളറ്. അടുത്ത ലെയറും ചിക്കനും കൂടി മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചു. ഇനി ഇത് പാത്രത്തിലേക്ക് വിളമ്പുകയാണ്. ആദ്യം ചിക്കനുമായിട്ട് മിക്സ് ചെയ്ത റൈസ് വിളമ്പും. അത് കഴിഞ്ഞ് കുറച്ച് മിക്സ് ചെയ്യാത്ത റൈസും സാലഡും ഈന്തപ്പഴത്തിൻ്റെ കറിയും നാരങ്ങ അച്ചാറും കൂട്ടി നല്ല രുചിയായിട്ട് ദം ബിരിയാണി കഴിക്കാം. നല്ല ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഇടാൻ മടിക്കരുത്. ഇതിൻ്റെ കൂടെ വിളമ്പുന്ന ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്